Hi all, today we are going to study the last chapter of botany. The last chapter is the 11th chapter, plant growth and development. നമ്മൾ +1 ക്ലാസ്സിൽ 10 അധ്യായങ്ങളിലായി പഠിച്ച കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ ആദ്യത്തിലുള്ളത്. നിങ്ങളെ 5 വർഷത്തിനു മുമ്പ് കണ്ട ബന്ധുക്കൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങളോട് പറയും, വളർന്നല്ലോ, നന്നായി വളർന്നല്ലോ, അല്ലെങ്കിൽ വളർന്നില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല വളർച്ചയുള്ളത്. നമുക്കറിയാം, ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ഓൾ ലിവിങ് ഓർഗാനിസംസ്. വളർച്ച എന്ന് പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും സവിശേഷതയാണ്. ഗ്രോത്തിനെ നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഗ്രോത്തിന് ഒരു ഡെഫിനിഷൻ നമ്മൾ തയ്യാറാക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്. 2, ഏത് ഭാഗത്തിനാണ് മാറ്റം വരുന്നത്, ആ മാറ്റത്തിൻ്റെ സവിശേഷത എന്താണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും കൂടി ഒരുമിച്ച് വെച്ചാൽ നമുക്ക് ഗ്രോത്തിൻ്റെ ഡെഫിനിഷനായി മാറും. സോ വി ക്യാൻ ഡിഫൈൻ ഗ്രോത്ത് ആസ് ദ പെർമനൻറ്റ് ആൻഡ് ഇറിവേഴ്സിബിൾ ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് എൻ ഓർഗൻ ഓർ ഇറ്റ്സ് പാർട്ട് ഓർ ആൻ ഇൻഡിവിജ്വൽ സെൽ. ഒരു ഓർഗൻ്റെയോ അതിൻ്റെ ഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോശത്തിൻ്റെയോ പെർമനൻറ്റും ഇറിവേഴ്സിബിളുമായിട്ട് ഉള്ള ഇൻക്രീസ് ഇൻ സൈസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഗ്രോത്ത് പെർമനൻ്റ് ആണ്, ഇറിവേഴ്സിബിൾ ആണ്. അത് ഓർഗൻസിന് സംഭവിക്കുന്നതാകാം, അവയുടെ ഭാഗങ്ങൾക്ക് സംഭവിക്കുന്നതാകാം, അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ സെൽസിന് സംഭവിക്കുന്നതാകാം. ഇതാണ് ഗ്രോത്തിൻ്റെ ഡെഫിനിഷൻ. ഗ്രോത്ത് ഈസ് അക്കമ്പനീഡ് ബൈ മെറ്റബോളിക് പ്രോസസ്സസ്. നമ്മുടെ ശരീരത്തിൽ വളരെ ഏറെ മെറ്റബോളിക് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. യു നോ, ദേ ഇൻക്ലൂഡ് ബോത്ത് കാറ്റബോളിസം ആൻഡ് അനബോളിസം. അപ്പോൾ കാറ്റബോളിസം അതുപോലെ തന്നെ അനബോളിസം തുടങ്ങിയ മെറ്റബോളിക് പ്രോസസ്സുകളുടെ ഭാഗമായാണ് ജീവജാലങ്ങളിൽ വളർച്ച നടക്കുന്നത്. അതുപോലെ വളർച്ച എനർജിയുടെ എക്സ്പെൻസോടുകൂടി നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് വളരുന്ന കുട്ടികളായ നിങ്ങൾ നല്ലതുപോലെ ആഹാരമൊക്കെ കഴിക്കണം എന്ന് പറയുന്നത്. ആഹാരം കഴിച്ചാൽ മാത്രമേ മെറ്റബോളിസം നടക്കത്തുള്ളൂ. മെറ്റബോളിസം നടക്കുമ്പോഴാണ് നമുക്കറിയാം റെസ്പിറേഷൻ്റെ ഭാഗമായിട്ടാണ് എനർജി റിലീസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ എനർജിയുടെയൊക്കെ റിലീസ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായി വളർച്ച നടക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ മറക്കരുത്. ഇനി നമ്മൾ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് സസ്യങ്ങളുടെ വളർച്ചയുടെ സവിശേഷതകളാണ്. പ്രധാനമായും 2 സവിശേഷതകളാണ് നമുക്ക് സസ്യങ്ങളുടെ വളർച്ചയിൽ പഠിക്കാനുള്ളത്. Let us study the peculiarities of growth in plants. The first peculiarity is growth in plants is indeterminate. അതായത് സസ്യങ്ങൾ അവയുടെ ജീവിതകാലം മുഴുവനും വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ വളർച്ച ഒരു നിശ്ചിത കാലഘട്ടം എത്തുമ്പോൾ നിൽക്കും. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന പ്ലാവോ മാവോ എന്നാണ് വളർച്ച മതിയാക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. Plants grow throughout their life. This is the most important peculiarity of plant growth. എന്തുകൊണ്ടാണ് സസ്യങ്ങൾക്ക് അവയുടെ ജീവിതകാലം മുഴുവനും വളരാൻ കഴിയുന്നത്? യു നോ, പ്ലാന്റ്സ് ഹാവ് റാം ആൻഡ് സാം. റാമും സാമും എന്താണ്? റാം എന്ന് പറഞ്ഞാൽ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം, സാം എന്ന് പറഞ്ഞാൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും സവിശേഷതകൾ നമുക്ക് അറിയാവുന്നതാണ്. മെരിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഡിവൈഡിങ് സെൽസ് ആണ്. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലുള്ള മെരിസ്റ്റവും അതുപോലെ തന്നെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലുള്ള മെരിസ്റ്റവും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയും പ്ലാന്റ്സിൽ ഗ്രോത്ത് നടക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ദേ ഗ്രോ ത്രൂ ഔട്ട് ദെയർ ലൈഫ്. ഇത്തരത്തിൽ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും ആക്ടിവിറ്റി മൂലം പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദെയർ ലൈഫിൽ വളർന്നുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് എന്ന് പറയാവുന്നതാണ്. പ്ലാന്റ്സിൻ്റെ വളർച്ച നമുക്ക് നോക്കുവാണെങ്കിൽ 2 തരത്തിലുണ്ടെന്ന് കാണാൻ പറ്റും. ഒന്ന് ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് ആണ്. ആ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്തിനെ നമ്മൾ പ്രൈമറി ഗ്രോത്ത് എന്നും പറയും. അതിൻ്റെ ഡെഫിനിഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത്
മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ആക്ടിവിറ്റി മൂലം, റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും ആക്ടിവിറ്റി മൂലം പ്ലാന്റ്സ് അവയുടെ ലൈഫിൽ ത്രൂ ഔട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സവിശേഷതയാണ് നമ്മൾ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രൈമറി ഗ്രോത്ത് എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ഡൈക്കോട്ട് സ്റ്റെമ്മിലും ഡൈക്കോട്ട് റൂട്ടിലും രണ്ടാമത് ഒരു തരത്തിലുള്ള വളർച്ച കൂടി നടക്കുന്നുണ്ട്. ഇത്തരം വളർച്ചയെ പറയുന്ന പേരാണ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്ത് നടക്കുന്നത് 2 സവിശേഷ കലകളുടെ പ്രവർത്തന ഫലമായാണ്. യു നോ ദ നെയിം ഓഫ് ദാറ്റ് ടിഷ്യൂസ്. ഏതൊക്കെയാണ് ആ മെരിസ്റ്റം? കോർക്ക് കേമ്പിയവും വാസ്കുലാർ കേമ്പിയവും. ഇനി നമുക്ക് ഈ ചിത്രം ഒന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ചിത്രമാണ്. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൽ നടക്കുന്ന ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്തും അതുപോലെ സെക്കൻഡറി ഗ്രോത്ത് ഇത് രണ്ടും നമുക്ക് കാണാൻ പറ്റും. ചിത്രം ഒന്ന് നിരീക്ഷിച്ച് ആ ചിത്രത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ആരോ ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ പ്രൈമറി ഗ്രോത്തും അല്ലെങ്കിൽ ഓപ്പൺ ഫോം ഓഫ് ഗ്രോത്തും സെക്കൻഡറി ഗ്രോത്തും നടക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡറി ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലാന്റ് പാർട്ട് ഇൻക്രീസസ് ഇൻ ഗേർത്ത്, അതായത് സസ്യഭാഗങ്ങൾ സ്റ്റെമ്മും റൂട്ടും ഡൈക്കോട്ട് സസ്യങ്ങളിൽ വണ്ണം വയ്ക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെക്കൻഡറി ഗ്രോത്ത്. ആ സെക്കൻഡറി ഗ്രോത്ത് നമുക്ക് ആ ചിത്രത്തിൽ സൈഡ് വൈസ് ആരോയായി കാണാൻ പറ്റുന്നതാണ്. കാണുന്നുണ്ടോ? അതുപോലെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെയും വളർച്ചയും മുകളിലും താഴെയുമായി ആരോ മാർക്ക് നൽകി സൂചിപ്പിച്ചിരിക്കുന്നതായി കാണാവുന്നതാണ്. This is the first peculiarity of plant growth, that is plant growth is indeterminate. അങ്ങനെ പറയാൻ കാരണം plants grow throughout their life. This growth takes place through the activity of 2 kinds of meristems. Root apical meristem and shoot apical meristem. അവയുടെ പ്രവർത്തന ഫലമായി നടക്കുന്നതാണ് പ്രൈമറി ഗ്രോത്ത് അഥവാ ഓപ്പൺ ഗ്രോത്ത്. വാസ്കുലാർ കേമ്പിയത്തിൻ്റെയും കോർക്ക് കേമ്പിയത്തിൻ്റെയും ആക്ടിവിറ്റി മൂലം നടക്കുന്ന ഗ്രോത്താണ് സെക്കൻഡറി ഗ്രോത്ത്. സെക്കൻഡറി ഗ്രോത്തിൽ ഇൻക്രീസ് ഇൻ ഗേർത്ത് ആണ് സംഭവിക്കുന്നത്. ഇനി നമുക്ക് പ്ലാൻ ഗ്രോത്തിൻ്റെ 2ാമത്തെ സവിശേഷത നോക്കാം. പ്ലാൻ ഗ്രോത്തിൻ്റെ 2ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഗ്രോത്ത് ഈസ് മെഷറബിൾ. നമുക്ക് ഗ്രോത്ത് അളക്കാൻ പറ്റും. പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് അളക്കുക അല്ലെങ്കിൽ മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് സ്കെയിലും മറ്റുമൊന്നും എടുത്തുകൊണ്ട് പോയി അളർന്നിട്ട് ഇത്ര വളർന്നു എന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ സസ്യങ്ങളുടെ വളർച്ച പല രീതിയിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ സെൽ അതിൻ്റെ പ്രോട്ടോപ്ലാസത്തിലുണ്ടാകുന്ന എൻലാർജ്മെൻറ്റ്, ആ എൻലാർജ്മെൻറ്റിനെ നമുക്ക് വളർച്ച എന്ന് പറയാൻ പറ്റും. ആ ഇൻഡിവിജ്വൽ സെൽസിലെ പ്രോട്ടോപ്ലാസ്മിക് എൻലാർജ്മെൻറ്റ് നമുക്ക് അളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്നതിനായി മറ്റു ചില പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദ കോമൺ പാരാമീറ്റേഴ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആർ ഇൻക്രീസ് ഇൻ ഫ്രഷ് വെയ്റ്റ്, ഡ്രൈ വെയ്റ്റ്, കൂടാതെ നമുക്ക് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ്, ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് സെൽ, അതുപോലെ ലീഫിൻ്റെയും മറ്റും ഏരിയ, സർഫസ് ഏരിയ, വോളിയം, ലെങ്ത്ത്, ഇങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പ്ലാന്റ് ഗ്രോത്ത് മെഷർ ചെയ്യുന്ന 2-3 ഉദാഹരണങ്ങൾ കേട്ടാൽ നമുക്ക് തന്നെ അത്ഭുതമുണ്ടാകും. സീ ദ ഫിഗേഴ്സ്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് മെയ്സ് പ്ലാന്റിലുള്ള ഒരു സിംഗിൾ എപ്പിക്കൽ മെരിസ്റ്റം 17,500 സെൽസ് 1 മണിക്കൂറിൽ ഡിവൈഡ് ചെയ്ത് ഉണ്ടാക്കും. മെയ്സിൻ്റെ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നമ്മൾ ഗ്രോത്ത് മെഷർ ചെയ്തിരിക്കുന്നത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് സെൽസ് പെർ അവർ എന്ന പാരാമീറ്റർ ഉപയോഗിച്ചിട്ടാണ്. 1 മണിക്കൂറിൽ ഏകദേശം 17,500 17,500 cells per hour is produced in root apical meristem of a maize plant. അടുത്ത ചിത്രം നോക്കൂ. A single cell of a watermelon can increase in size up to 3,50,000 times.
എത്ര രസകരമാണല്ലേ സസ്യങ്ങളുടെ വളർച്ച. അടുത്ത ചിത്രം നോക്കൂ. ദിസ് ഇസ് ദ ഗ്രോത്ത് ഓഫ് എ പോളൻ ട്യൂബ്. നമുക്കറിയാം പരാഗരേണുക്കളുടെ വളർച്ച. പരാഗരേണുക്കൾ വളർന്ന് ഒവ്യൂളിൻ്റെ അടുത്തെത്തുമ്പോഴാണ് ഫെർട്ടിലൈസേഷനും മറ്റുമൊക്കെ നടക്കുക. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പരാഗരേണുക്കളുടെ വളർച്ചയാണ്. ദ ലെങ്ത് ഓഫ് ദ പോളൻ ഗ്രെയിൻ. ഈ വളർച്ച നമ്മൾ അളക്കുന്നത് ലെങ്ത് മെഷർ ചെയ്തിട്ടാണ്. ഹിയർ ഗ്രോത്ത് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ലെങ്ത്. എന്നാൽ നമ്മളൊരു ഡൈക്കോട്ട് ലീഫ് അല്ലെങ്കിൽ ഡോസിവെൻട്രൽ ലീഫിൻ്റെ വളർച്ച നമ്മൾ കണക്കാക്കുന്നത് അതിൻ്റെ സർഫസ് ഏരിയ കണക്കാക്കിയിട്ടാണ്. ഹിയർ ദ പാരാമീറ്റർ യൂസ്ഡ് ഫോർ ഗ്രോത്ത് ഈസ് ഇൻക്രീസ് ഇൻ സർഫസ് ഏരിയ. ഇത്രയും സമയം നമ്മൾ ഗ്രോത്തിൻ്റെ രണ്ട് സവിശേഷതകളാണ് പഠിച്ചത്. ദ ഫസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ഈസ് ഇൻഡിറ്റർമിനേറ്റ്. ദ സെക്കൻഡ് വൺ ഈസ് ഗ്രോത്ത് ഈസ് മെഷറബിൾ. ഇത് രണ്ടും നന്നായിട്ട് ഓർമ്മയുണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫേസസ് ഓഫ് ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ 4ാമത്തെ അധ്യായത്തിൽ കുറച്ച് പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്താൽ മതി. ഇൻ പ്ലാന്റ്സ് വി ക്യാൻ സീ 3 phases of growth. The first one is the phase of meristematic activity, or we can say meristematic phase. The second one is phase of elongation. The third one is phase of maturation. അപ്പോൾ നമുക്ക് സസ്യങ്ങളുടെ വളർച്ചയിൽ 3 ഫേസുകളാണ് കാണാൻ പറ്റുന്നത്. ഒന്നാമത്തേത് മെരിസ്റ്റമാറ്റിക് ഫേസ്, രണ്ടാമത്തേത് ഫേസ് ഓഫ് ഇലോങ്ങേഷൻ, മൂന്നാമത്തേത് ഫേസ് ഓഫ് മെച്യൂറേഷൻ. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലും അതുപോലെ തന്നെ ഷൂട്ട് എപ്പിക്കൽ മെരിസ്റ്റവും ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഫേസസ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിലുണ്ടാകുന്ന ഗ്രോത്ത് നോക്കിയതിന് ശേഷം ഈ ഫേസസ് ഓഫ് ഗ്രോത്ത് പഠിക്കാം. സി ദ ഫിഗർ. ഇവിടെ നമുക്കൊരു റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റത്തിൻ്റെ വളർച്ച കാണിക്കുന്ന 2 ചിത്രങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇടതുവശത്തുള്ള ആ റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കുറച്ച് വലുതായതാണ് വലതുവശത്ത് കാണുന്നത്. നമുക്കറിയാം ഗ്രോയിങ് ടിപ്പാണ്. ആ ഗ്രോയിങ് ടിപ്പിൽ, റൂട്ടിൻ്റെ ഗ്രോയിങ് ടിപ്പിലുള്ളതാണ് റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം. ഇവിടുത്തെ സെൽസ് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ളതാണ്. ദ സെൽസ് ഓഫ് ദിസ് റീജിയൻ ക്യാൻ കണ്ടിന്യൂസ്ലി ഡിവൈഡ് ആൻഡ് ഫോം ന്യൂ സെൽസ്. എന്താണ് ഈ സെൽസിൻ്റെ സവിശേഷത? മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ പെക്യുലാരിറ്റീസ് ഒന്ന് ഓർത്തു നോക്കിയേ. ദേ ആർ ലാർജ് സെൽസ്. അവയ്ക്ക് വളരെ വ്യക്തമായിട്ടുള്ള they have a conspicuous nucleus and they are filled with abundant cytoplasm. The cell wall is made up of cellulose and they have abundant plasmodesmatal connections. These are all peculiarities of meristematic cells. ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് ആ മെരിസ്റ്റമാറ്റിക് സെൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും സവിശേഷതകൾ ഓർത്തു വയ്ക്കുകയും വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള മെരിസ്റ്റമാറ്റിക് സെൽസിൻ്റെ ആക്ടിവിറ്റി മൂലമാണ് മെരിസ്റ്റമാറ്റിക് ഗ്രോത്ത് നടക്കുന്നത്. അത് ഗ്രോയിങ് ടിപ്പിലാണ് നടക്കുന്നത്. അത് റൂട്ട് ടിപ്പിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് ഓൾ അബൌട്ട് മെരിസ്റ്റമാറ്റിക് ഫേസ്. ചിത്രം നന്നായിട്ടൊന്ന് നോക്കിയേ. റൂട്ട് എപ്പിക്കൽ മെരിസ്റ്റം കാണുന്നത് അപ്പെക്സിലാണ്. അതിൻ്റെ തൊട്ടു പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന റീജിയൺ ആണ്, അല്ലെങ്കിൽ ഗ്രോത്ത് ഫേസ് ആണ് ഫേസ് ഓഫ് ഇലോങ്ങേഷൻ. ചിത്രത്തിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആ ഫേസ് ഓഫ് ഇലോങ്ങേഷൻ ABCDEFG എന്നീ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്തിരിക്കുന്നതായി കാണാൻ പറ്റും. ആദ്യത്തെ ചിത്രം കുറച്ച് വളർന്നതാണ് രണ്ടാമത്തെ ചിത്രം. അപ്പോൾ ആദ്യത്തെ ചിത്രത്തെയും രണ്ടാമത്തെ ചിത്രത്തെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഫേസ് ഓഫ് ഇലോങ്ങേഷൻ നന്നായി മനസ്സിലാക്കുന്നതിനായി പാരലൽ ലൈൻസ് വരച്ചിട്ടുണ്ട്. അതാണ് ആൽഫബറ്റ്സിൻ്റെ രൂപത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ പാരലൽ ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫേസ് ഓഫ് ഇലോങ്ങേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഈ ടെക്നിക്കിനെ പറയുന്ന പേരാണ് പാരലൽ ലൈൻ ടെക്നിക്ക്. ആ ആൽഫബറ്റ്സ് ഒന്ന് നോക്കിയേ. മെരിസ്റ്റമാറ്റിക് ഫേസിനോട് അടുത്തു നിൽക്കുന്ന സ്ഥലത്താണ് ഇലോങ്ങേഷൻ നന്നായി നടന്നിരിക്കുന്നത്. ഏതൊക്കെ അക്ഷരങ്ങളുള്ള സ്ഥലത്താണ് ഇലോങ്ങേഷൻ നന്നായി നടന്നിരിക്കുന്നത്? ABCD എന്നീ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്ന സ്ഥലത്ത്
നന്നായി ഇലോങ്ങേഷൻ നടന്നതായി നമുക്ക് കാണാൻ പറ്റും. അതായത് മെരിസ്റ്റമാറ്റിക് റീജിയനോട് അടുത്തുള്ള സ്ഥലങ്ങളിലാണ് ഇലോങ്ങേഷൻ നന്നായി നടക്കുന്നത്. എന്തൊക്കെയാണ് ഈ സ്ഥലത്ത് കാണപ്പെടുന്ന സെൽസിൻ്റെ സവിശേഷതകൾ? വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സെൽസ് സീൻ ഇൻ ദിസ് പ്ലേസ് ഓർ ഇൻ ദിസ് ഫേസ് ഓഫ് ഇലോങ്ങേഷൻ? നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്നത് മെരിസ്റ്റമാറ്റിക് സെൽസ് എന്ന് പറയുന്നത് നല്ല ഒരു ന്യൂക്ലിയസും നിറച്ച് സൈറ്റോപ്ലാസവും ഒക്കെ ഉള്ള സെല്ലായിരുന്നു. പക്ഷേ ഈ ഫേസ് ഓഫ് ഇലോങ്ങേഷൻ എത്തുമ്പോഴേക്കും വാക്യൂളൊക്കെ കുറച്ച് നന്നായിട്ട് വലുതാകാൻ തുടങ്ങും. നമുക്കറിയാം, വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പെക്യുലാരിറ്റീസ് ഓഫ് എ പ്ലാന്റ് സെൽ ഈസ് ദ പ്രസൻസ് ഓഫ് എ ലാർജ് വാക്യൂൾ. അപ്പോൾ ഡ്യൂറിങ് ദ ടൈം ഓഫ് ഇലോങ്ങേഷൻ എ വാക്യുലാർ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ്. അപ്പോൾ വലിയൊരു വാക്യൂളൊക്കെ ഫോം ചെയ്യും. സെൽ വോളിൽ സെല്ലുലോസ് കൂടാതെ മറ്റു ചില സബ്സ്റ്റൻസസ് ഒക്കെ ആഡ് ചെയ്യപ്പെടും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ. അപ്പോൾ സെൽ വോൾ മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്ത് സെക്കൻഡറി വോളിൻ്റെ ഫോർമേഷനും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സവിശേഷതകളാണ് നമുക്ക് ഫേസ് ഓഫ് ഇലോങ്ങേഷനിലുള്ള സെൽസിൽ കാണാൻ പറ്റുന്നത്. ഇനി ആ ചിത്രം ഒന്നും കൂടി നോക്കാം. ഫേസ് ഓഫ് ഇലോങ്ങേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ABCDEF GH ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു റീജിയൻ നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഫേസ് ഇൻഡിക്കേറ്റ് ദ ഫേസ് ഓഫ് മെച്ചുറേഷൻ ഓർ വി ക്യാൻ സേ മെച്ചുറേഷൻ ഫേസ്. എന്തൊക്കെയായിരിക്കും ഈ സ്ഥലത്തെ സെൽസിൻ്റെ പ്രത്യേകത? ഡിവിഷൻ കപ്പാസിറ്റി ഒക്കെ നഷ്ടപ്പെട്ട് മെച്ചുറായിട്ടുള്ള സെൽസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സെൽ വാൾ തിക്കനിങ് നന്നായിട്ട് നടന്നിട്ടുണ്ടാകും. അതുപോലെ തന്നെ പ്രോട്ടോപ്ലാസം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. ദീസ് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് സെൽസ് ഇൻ ദിസ് റീജിയൻ. So in plants we can three phases of growth. The first one is meristematic phase, the second one is phase of elongation and the third one is phase of maturation. പ്ലാന്റ്സിൻ്റെ വളർച്ച നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള വളർച്ചാ നിരക്ക് കാണാൻ പറ്റും. Plants show two types of growth rate. What is a growth rate? A growth rate can be defined as increase in growth per unit time. അതായത് യൂണിറ്റ് ടൈമിൽ ഗ്രോത്തിലുണ്ടാകുന്ന ഇൻക്രീസിനെയാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും രണ്ട് രീതിയിലുള്ള ഗ്രോത്ത് റേറ്റാണ് പ്ലാന്റ്സിലുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് എരിത്തമാറ്റിക് ഗ്രോത്ത് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ജിയോമെട്രിക് ഗ്രോത്ത്. സസ്യങ്ങളിൽ പ്രധാനമായും രണ്ട് രീതിയിലുള്ള ഗ്രോത്താണുള്ളത്, എരിത്തമാറ്റിക് ഗ്രോത്തും ജിയോമെട്രിക് ഗ്രോത്ത്. ഫസ്റ്റ് ലെറ്റ് us study about arithmetic growth. arithmetic growth എങ്ങനെയാണ് നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിത്രം ഒന്ന് നോക്കിയേ. രണ്ട് കളറിലുള്ള സെൽസ് നമുക്ക് കാണാൻ പറ്റും. ഡീപ്പ് ബ്ലൂയിലുള്ള സെൽസും ലൈറ്റ് ബ്ലൂയിലുള്ള സെൽസും. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡീപ്പ് ബ്ലൂ ആയിട്ട് കാണപ്പെടുന്ന സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ലൈറ്റ് ബ്ലൂയിലുള്ള സെല്ല് ഡിവൈഡ് ചെയ്യുന്നില്ല. അരിത്തമെറ്റിക് ഗ്രോത്തിൽ വൺ സെൽ കണ്ടിന്യൂസ് ടു ഡിവൈഡ്. ഒരു സെല്ല് മാത്രം മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിലും ഒരെണ്ണം മെച്യൂർ ചെയ്യുന്നു. വൺ സെൽ കണ്ടിന്യൂസ് ടു ഡിവൈഡ് വൈൽ ദ അതർ മെച്യൂർസ്. ദിസ് കൈൻഡ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് അരിത്തമെറ്റിക് ഗ്രോത്ത്. സീ ദ ഗ്രാഫ്. അരിത്തമെറ്റിക് ഗ്രോത്ത് നമുക്ക് റൂട്ടിൽ കാണാൻ പറ്റും, സ്റ്റെമ്മിലും ഒക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഹൈറ്റ് എന്ന് പറയുന്ന പാരാമീറ്റർ ഉപയോഗിച്ച് ടൈമിന് എഗൻസ്റ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ് കാണാൻ പറ്റുന്നത്. ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഹൈറ്റ് ഓഫ് എ പ്ലാന്റ് പ്ലോട്ടഡ് എഗൻസ്റ്റ് ടൈം. ആ ഗ്രോത്ത് ഒന്ന് നോക്കിയേ, എങ്ങനെയാണ് പോയിരിക്കുന്നത്? ലീനിയർ ആയിട്ടാണ് പോയിരിക്കുന്നത്. കാരണം ഒരു സെല്ല് മാത്രമാണ് മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്ത് ഗ്രോത്തിനെ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ലീനിയർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഗ്രോത്തിനെ ലീനിയർ ഗ്രോത്ത് എന്നും പറയാൻ പറ്റും. ലീനിയർ ഗ്രോത്ത് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ദിസ് ഈസ് അരിത്തമെറ്റിക് ഗ്രോത്ത്. അരിത്തമെറ്റിക് ഗ്രോത്ത് ക്യാൻ ബി എക്സ്പ്രസ്ഡ് യൂസിങ് എ മാത്തമാറ്റിക്കൽ ഫോർമുല. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അരിത്തമെറ്റിക് ഗ്രോത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് ഒക്കെയാണ് നമ്മൾ arithmetic growth represent ചെയ്യുന്നത്. So the equation to find out length can be expressed as LT is equal to L0 plus RT. Arithmetic growth calculate ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന mathematical expression or equation എന്ന് പറയുന്നത് LT is equal to L0 plus RT. ഇതിലെ ഓരോ ആൽഫബറ്റ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുകൂടി നമുക്ക് നോക്കാം. T എന്ന് പറയുന്നത് നമുക്കറിയാം
ഇറ്റ് റെപ്രസെൻറ്റ്സ് ടൈം. എൽ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ലെങ്ത് ഓഫ് ദ ഓർഗൻ അറ്റ് ടൈം ടി. L0 is equal to length at time 0. 0 എന്ന സമയത്ത് ഉള്ള ലെങ്തിനെയാണ് നമ്മൾ L0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ അരിത്തമെറ്റിക് ഗ്രോത്ത്. പ്ലാന്റ്സിൽ രണ്ട് തരത്തിലുള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് അരിത്തമെറ്റിക് ഗ്രോത്ത് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ജിയോമെട്രിക് ഗ്രോത്ത്. ജിയോമെട്രിക് ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 ഡിസ്റ്റിങ്ക്റ്റ് ഫേസസ് നമുക്ക് കാണാൻ പറ്റും. ഗ്രാഫ് ഒന്ന് നോക്കിയേ. During the initial phase, the growth is very slow. That phase is called lag phase. എന്നാൽ ഈ ലാഗ് ഫേസിനെ തുടർന്നിട്ട് ന്യൂട്രിയൻസിൻ്റെ സപ്ലൈ ഒക്കെ നന്നായിട്ട് വരുമ്പോൾ സെൽസ് ജിയോമെട്രിക്കലായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ വളരെ റാപ്പിഡായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. This phase is called exponential phase or log phase. Exponential phase or log phase. This is the second phase of growth. Here mitosis takes place. All cells continue to divide. അതായത് മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന എല്ലാ സെൽസും ഡിവൈഡ് ചെയ്യുന്നു. എന്നാൽ അരിത്തമെറ്റിക് ഗ്രോത്തിൽ ഒരു സെല്ലാണ് മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന ഒരു സെല്ലാണ് ഡിവൈഡ് ചെയ്യുന്നത്. എന്നാൽ ജിയോമെട്രിക് ഗ്രോത്തിൽ എക്സ്പൊണൻഷ്യൽ ഫേസ് എത്തുമ്പോൾ ന്യൂട്രിയൻ സപ്ലൈയും ഒക്കെ കൂടുമ്പോൾ എല്ലാ സെൽസും മൈറ്റോസിസ് വഴി ഡിവൈഡ് ചെയ്യുകയും നന്നായി ഗ്രോത്ത് ഉണ്ടാകുകയും ചെയ്യും. സോ ദിസ് ഫേസ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് എ ഫേസ് ഓഫ് റാപ്പിഡ് ഗ്രോത്ത്. എന്നാൽ ഈ ഫേസിനെ തുടർന്ന് ന്യൂട്രിയൻസിൻ്റെ സപ്ലൈ ഒക്കെ കുറയുമ്പോൾ സ്ലോ ആയി മാറും ഗ്രോത്ത്. ദിസ് സ്ലോ പേസ് ഓഫ് ഗ്രോത്ത് ഈസ് റെഫേർഡ് ടു ആസ് സ്റ്റേഷനറി ഫേസ്. ജിയോമെട്രിക് ഗ്രോത്ത് റേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 3 ഫേസുകളാണ് അതിൽ കാണാൻ പറ്റുന്നത്. ഇവിടെ ഒരു സൈസ് ഓഫ് പ്ലാന്റ് പാർട്ടിനെ നമ്മൾ ടൈമിന് എഗൻസ്റ്റായി പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഗ്രാഫാണ് കാണുന്നത്. ഡ്യൂറിങ് ദ ഇനീഷ്യൽ ഫേസ് ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. ദിസ് സ്ലോ ഫേസ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് ലാഗ് ഫേസ്. Followed by this, there is a rapid growth phase, and this rapid growth phase is referred to as log phase or exponential phase. In this phase, all the cells continue to divide mitotically. അതുകൊണ്ട് നല്ല റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കും. അതിനെ തുടർന്ന് ന്യൂട്രിയൻസ് ഒക്കെ സപ്ലൈ കുറയുമ്പോൾ സ്ലോ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് വീണ്ടും നടക്കുന്നത്. വളരെ സ്ലോ ആയിരിക്കും. ദിസ് ഫേസ് ഈസ് റെഫേർഡ് ടു ആസ് സ്റ്റേഷനറി ഫേസ്. ഇനി നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് ജിയോമെട്രിക് ഗ്രോത്തിൽ എങ്ങനെയാണ് ഗ്രോത്ത് നടക്കുന്നതെന്ന് ഒന്നും കൂടി നോക്കാം. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൈറ്റോസിസ് വഴി ഉണ്ടാകുന്ന എല്ലാ സെൽസും ഡിവൈഡ് ചെയ്യുന്നതായി കാണാൻ പറ്റും. എന്നാൽ സസ്യങ്ങളുടെ ചില ഘട്ടങ്ങളിൽ ജിയോമെട്രിക് ഗ്രോത്തും അതുപോലെ തന്നെ അരിത്തമെറ്റിക് ഗ്രോത്തും ഒരുമിച്ച് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഡ്യൂറിങ് ദ ഇനീഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ദ ഗ്രോത്ത് ഈസ് ജിയോമെട്രിക്. അതായത് ഒരു സെല്ല് 2 ആകുന്നു, 2 4 ആകുന്നു. അപ്പോൾ എല്ലാ സെല്ലും മൈറ്റോസിസ് വഴി വിഭജിച്ചു കൊണ്ടേയിരിക്കും. കുറച്ച് സെൽസ് എല്ലാം ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് അരിത്തമെറ്റിക് ഗ്രോത്ത് ആണ്. പിന്നീട് ഒരു സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് മൈറ്റോസിസ് വഴി വിഭജിക്കുകയും മറ്റേ സെല്ല് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയും മെച്ചുവർ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സൈഗോട്ടിൽ നടക്കുന്നതെന്ന് പറയുന്നത് സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് അരിത്തമെറ്റിക് ഗ്രോത്തും കാണാൻ പറ്റും, ജിയോമെട്രിക് ഗ്രോത്തും കാണാൻ പറ്റും. നാച്ചുറൽ സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന പ്ലാന്റ്സിലൊക്കെ നമുക്ക് ജിയോമെട്രിക് ഗ്രോത്ത് ആണ് കാണാൻ പറ്റുന്നത്. ആ ജിയോമെട്രിക് ഗ്രോത്തിന് നമുക്ക് 3 ഘട്ടങ്ങളുണ്ടെന്ന് മനസ്സിലായി. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ ഹൈറ്റ് ഓഫ് ദി പ്ലാന്റ് പാർട്ട് അല്ലെങ്കിൽ സൈസ് ഓഫ് ദ പ്ലാന്റ് പാർട്ട് വളരുന്നത് ടൈമിന് എഗൻസ്റ്റ് പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫേസുകൾ കാണാൻ പറ്റും. ആ ഗ്രാഫ് ഒന്നും കൂടി നോക്കുക. ലാഗ് ഫേസ്, എക്സ്പൊണൻഷ്യൽ ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. ദീസ് ആർ ദ 3 ഫേസസ്. ജിയോമെട്രിക് ഗ്രോത്തിൽ 3 ഫേസുകളാണുള്ളത്. ലാഗ് ഫേസ്, ലോഗ് ഫേസ് ആൻഡ് സ്റ്റേഷനറി ഫേസ്. ഈ 3 ഫേസുകൾ ഗ്രാഫിക്കൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ we will get S shaped curve or sigmoid curve.
അരിത്തമെറ്റിക് ഗ്രോത്തിൽ ലീനിയർ ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ ഉള്ളപ്പോൾ ജോമെട്രിക് ഗ്രോത്തിൽ എസ് ഷേപ്പിലുള്ള ഒരു കർവ് അല്ലെങ്കിൽ സിഗ്മോയിഡ് കർവാണ് നമുക്ക് കിട്ടുന്നത്. ജോമെട്രിക് ഗ്രോത്ത് നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഇക്വേഷനും കൂടി നമുക്ക് നോക്കാം. W1 is equal to W0 e raised to RT is the mathematical expression used for finding out geometric growth rate. ഇവിടെ ഓരോ അക്ഷരങ്ങളും എന്തിനെ സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. W0 എന്ന് പറയുന്നത് ടൈം 0യിലുള്ള ഗ്രോത്ത് ആണ്. E എന്ന് പറയുന്നത് ബേസ് ഓഫ് ലോഗരിതമാണ്. R എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് ആണ്. Here the growth rate is indicated as relative growth rate, indicates time. This is an equation for finding out geometric growth rate. ഇപ്പോൾ geometric growth rate കണ്ടുപിടിക്കാനുള്ള ആ ഇക്വേഷനാണ് അല്ലെങ്കിൽ എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോ ലെറ്റേഴ്സും അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റ്സും എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. 6 റിലേറ്റീവ് ഗ്രോത്ത് ആണ്. റിലേറ്റീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് എ പ്ലാന്റ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ് മെറ്റീരിയൽ. പ്ലാന്റ് മെറ്റീരിയൽസ് പുതുതായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു സസ്യത്തിൻ്റെ കഴിവിനെ നമ്മൾ റിലേറ്റീവ് ഗ്രോത്ത് ആയിട്ട് പറയും. ദിസ് റിലേറ്റീവ് ഗ്രോത്ത് ഈസ് ഓൾസോ ഇൻഡിക്കേറ്റഡ് ആസ് എഫിഷ്യൻസി ഇൻഡെക്സ്. എഫിഷ്യൻസി ഇൻഡെക്സ് എന്ന തരത്തിലും ഇതിനെ പറയാറുണ്ട്. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായി ഗ്രോത്തിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ക്വാണ്ടിറ്റേറ്റീവ് കമ്പാരിസൺ ഓഫ് growth rate in living systems. This can be done in two ways. First one is absolute growth and the second one is relative growth. Absolute growth എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ measurement and comparison of growth per unit time. യൂണിറ്റ് ടൈമിൽ നടക്കുന്ന ഗ്രോത്തിനെ മെഷർ ചെയ്ത് കമ്പാരിസൺ നടത്തിയാൽ അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. റിലേറ്റീവ് ഗ്രോത്ത് എന്നാൽ ടോട്ടൽ growth of a living system per unit time on a common basis. ഒരു കോമൺ ബേസിസിൽ ഒരു ലിവിങ് സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ഗ്രോത്ത് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ റിലേറ്റീവ് ഗ്രോത്ത് റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിത്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 ലീഫ് കാണാൻ പറ്റും. ദ ലീഫ് എ ആൻഡ് ബി. ഒന്ന് 10 സെൻറ്റിമീറ്റർ വളർച്ചയുണ്ടായി, മറ്റത് 55 സെൻറ്റിമീറ്റർ. അവയുടെ ഇനീഷ്യൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ആദ്യത്തേതിൻ്റേത് 5 ആയിരുന്നു, രണ്ടാമത്തേതിൻ്റേത് 50 ആയിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് അവയുടെ ആബ്സല്യൂട്ട് ഗ്രോത്തും റിലേറ്റീവ് ഗ്രോത്തും കാണാൻ പറ്റും. ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഗ്രോത്ത് ഇൻ പ്ലാന്റ്സ്. ഇന്ന് നമ്മൾ പ്രധാനമായും പഠിച്ചത് ഓഡിയസ് ഗ്രോത്ത്, ഒരു പ്ലാന്റിൻ്റെ ഗ്രോത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സവിശേഷതകൾ. Growth is indeterminate, growth is measurable, and we have also studied 2 types of growth rates. The first one is arithmetic growth and the second one is geometric growth. തുടർന്ന് നമ്മൾ അബ്സല്യൂട്ട് ഗ്രോത്തും അതുപോലെ തന്നെ റിലേറ്റീവ് ഗ്രോത്തുമാണ് പഠിച്ചത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും കൂടി എഴുതിയെടുക്കാം. The first question for you. Draw a graph showing sigmoid growth curve. The second question for your assignment is, you can see 2 leaves in the figure, leaf A and B. One leaf has a higher relative growth. Which one is that leaf? Give reason. ഇത്രയുമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. See you. Thank you.